നമുക്കുണ്ടല്ലോ മധുരക്കിഴങ്ങ് പുഴുങ്ങാട്ടോ. വളരെ നല്ല രീതിയിൽ നല്ല രുചികരമായ ഒരു കിഴങ്ങ് വർഗ്ഗത്തിൽപ്പെട്ടതാണ് നമ്മുടെ മധുരക്കിഴങ്ങ്. ഇങ്ങനെ തൊലിയൊക്കെ കളഞ്ഞെടുക്കുകയാണെങ്കിൽ നമുക്ക് വെള്ളത്തിൽ അരിഞ്ഞിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ കറ കെട്ടും കേട്ടോ. കറ കെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കിഴങ്ങൊക്കെ കാണാനൊരു സ്റ്റൈൽ ഉണ്ടാവില്ല. പിള്ളേർക്കാണെങ്കിൽ ഇഷ്ടപ്പെടണമെങ്കിൽ നല്ല ഭംഗിയൊക്കെ വേണമല്ലോ. പിന്നെ അതുങ്ങൾക്കൊക്കെ പൊളിച്ച് കഴിക്കാനൊക്കെ ഒരു മടിയൊക്കെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ എടുത്ത് കറ കെട്ടാത്ത രീതിയിലൊക്കെ എടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയും നല്ല രുചികരമായിട്ട് നമുക്ക് 20 മിനിറ്റോളം വേവിച്ചെടുക്കുക. ഇതിൻ്റെ ഗുണങ്ങളെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയണത്. ഇത് നമ്മളുടെ ചീത്ത കൊളസ്ട്രോൾ കുറക്കും. അതുപോലെ ബ്രെയിനിന് നല്ലതാണ്, കണ്ണുകൾക്ക് നല്ലതാണ്. വൃക്ക സംബന്ധമായ രോഗികൾക്കൊക്കെ കഴിക്കണതുകൊണ്ട് കുഴപ്പമില്ല, വളരെ നല്ലതാണ്. പൈൽസ്, മൂലക്കുരു, ഇത് അങ്ങനെയുള്ളവർക്കും എല്ലാവർക്കും നല്ലതാണ്. നമ്മുടെ മലശോധനയൊക്കെ നല്ല രീതിയിൽ നടക്കും. അതുപോലെ തന്നെ നമുക്ക് ചീത്ത കൊളസ്ട്രോൾ അതെല്ലാം മാറ്റിക്കളയും. പിന്നെ ക്യാൻസറിനെ ചെറുക്കും. ഇതെല്ലാം വളരെ നല്ലതാണല്ലോ. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ നമ്മൾ ചെറുപ്പം തുടങ്ങി ഇത് കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അവർക്ക് അത്യാവശ്യം ആരോഗ്യവും കിട്ടും. അതുപോലെ തന്നെ ഒത്തിരി രോഗങ്ങളൊന്നും വന്നു പെടുകയില്ല. അത്രയ്ക്ക് ആയുസ് വർധനയുള്ള കിഴങ്ങാണ്. പണ്ടത്തെ ആളുകളെയൊക്കെ കണ്ടില്ലേ, എല്ലാവരും പറയും എന്തൊരു ആയുസാണ്, ഇവരൊക്കെ എന്താ കഴിച്ചിരുന്നതെന്ന് പറയും. അവരൊക്കെ ഇതൊക്കെയാണ് കഴിച്ചിരുന്നത് കൂടുതലായിട്ട്. ഒന്നും അറിയില്ലെങ്കിലും ഈ കിഴങ്ങുകളൊക്കെയാണ് അവർ, മധുരക്കിഴങ്ങൊക്കെയാണ് കൂടുതലും കഴിച്ചിരുന്നത്. അതുകൊണ്ട് അവർക്ക് നല്ല ആയുസ്സും ആരോഗ്യവും എല്ലാം ഉണ്ടായി. ഇപ്പോഴല്ലേ എന്തെല്ലാം അസുഖങ്ങളും കാര്യങ്ങളാണ്, അതെല്ലാം മാറി കിട്ടുകയും ചെയ്യും ഇതൊക്കെ കഴിച്ചാൽ.